അധ്യായത്തിലെ മുൻഭാഗങ്ങളെ നമ്മൾ ഇതിനു മുൻപുള്ള പീരീഡുകളിൽ, ഇതിനു മുൻപുള്ള വീഡിയോകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുകൂടി കണ്ട് മനസ്സിലാക്കിയ ശേഷം തുടർന്ന് കാണുന്നതായിരിക്കും ഏറ്റവും ഉചിതം. ആ വീഡിയോസിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടി കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇനി നമ്മൾ കടന്നു പോവേണ്ട പാഠഭാഗം കാലിക വാദങ്ങളാണ്. കാല സമയ മാറ്റങ്ങൾക്കനുസരിച്ച് ഉച്ച ന്യൂന മർദ്ദ മേഖലകൾ രൂപപ്പെടാറുണ്ട്. ഈ മർദ്ദ വ്യതിയാനത്തിൻ്റെ ഫലമായി വീശുന്ന കാറ്റുകളെയാണ് കാലിക വാദങ്ങൾ എന്ന് നമ്മൾ വിളിക്കാറുള്ളത്. എന്നാൽ ഇവയിൽ ചില ചെറിയ പ്രദേശങ്ങളിൽ മാത്രം അനുഭവപ്പെടുന്നവയുമുണ്ട്. അവയെ നമ്മൾ പ്രാദേശിക കാലിക വാദങ്ങൾ എന്നും തരംതിരിക്കാറുണ്ട്. പ്രധാനമായും മൺസൂൺ കാറ്റുകൾ, കരക്കാറ്റ്, കടൽക്കാറ്റ്, പർവ്വതക്കാറ്റ്, താഴ്വരക്കാറ്റ് എന്നിവയാണ് കാലിക വാദങ്ങളുടെ പട്ടികയിൽ വരുന്നത്. മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ ആകെ ലഭിക്കുന്ന മഴയുടെ 60% കൊണ്ടുവരുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണ്. ജൂൺ മാസം മുതൽ സെപ്റ്റംബർ മാസം വരെ അനുഭവപ്പെടുന്ന ഈ കാറ്റുകളെയാണ് നമ്മൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് എന്ന് വിളിക്കുക. അതുപോലെ നമ്മൾ തുലാവർഷം എന്ന് വിളിക്കുന്ന ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മഴ പെയ്യിക്കുന്ന കാറ്റുകളെ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്നും വിളിക്കാറുണ്ട്. നമുക്ക് നോക്കാം. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളെ ഒരു ചിത്രത്തിന്റെ സഹായത്തോടു കൂടി വിശദീകരിക്കാം. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ രൂപപ്പെടുന്നത് എങ്ങനെയാണ് എന്ന് പരിശോധിക്കാം. അതിനായി നമ്മൾ ആദ്യം ഈ ചിത്രം വിശകലനം ചെയ്യുക. ചിത്രത്തിൽ ഈ ഭാഗത്ത് നമ്മൾ ദിശാസൂചിക കാണിച്ചിട്ടുണ്ട്. ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഏത് ചിത്രങ്ങളും നമുക്ക് അഭിമുഖമായി പിടിച്ചുകൊണ്ട് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ചിത്രത്തിന്റെ മുകൾ ഭാഗം എപ്പോഴും വടക്ക് ആയിരിക്കും, താഴ്ഭാഗം എപ്പോഴും തെക്ക് ആയിരിക്കും. നമ്മുടെ വലത് കൈയുടെ നേരെ വരുന്ന ഭാഗം എപ്പോഴും കിഴക്കും, ഇടത് കൈയുടെ നേരെ വരുന്ന ഭാഗം എപ്പോഴും പടിഞ്ഞാറും ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ ഈ മൂല വടക്ക് കിഴക്ക് മൂലയും ഈ മൂല തെക്ക് പടിഞ്ഞാറ് മൂലയുമായിരിക്കും എന്ന് മനസ്സിലാക്കുക. ഈ ചിത്രത്തിന് എ, ബി എന്നിങ്ങനെ 2 ഭാഗങ്ങളുള്ളതായി കാണാം. എ ഭാഗത്തിൽ സാധാരണ ഗതിയിൽ നമ്മൾ മുൻ ഭാഗത്ത് പരിചയപ്പെട്ടിട്ടുള്ള തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളെ ചിത്രീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ ചിത്രത്തിൽ ചുവന്ന നിറത്തിൽ കാണുന്നത് ഭൂമധ്യരേഖയാണ്. ഭൂമധ്യരേഖയോട് ചേർന്ന് നമുക്ക് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയും കാണാം. അതിന് താഴെയായി ദക്ഷിണ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയും കാണാം. ദക്ഷിണ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് വടക്കോട്ട് വീശി തുടങ്ങുന്ന കാറ്റുകൾ ഫെറൽ നിയമം അനുസരിച്ച് ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടത്തോട്ട് ദിശാവ്യതിയാനം സംഭവിച്ച് വീശുമ്പോൾ ഈ കാറ്റുകൾ തെക്ക് കിഴക്ക് മൂലയിൽ നിന്ന് വീശി വരുന്ന പോലെ അനുഭവപ്പെടുന്നുകൊണ്ടാണ് അന്ന് നമ്മൾ ആ കാറ്റിന് തെക്ക് കിഴക്കൻ വാണിജ്യവാദം എന്ന് പേര് കൊടുത്തത്. എന്നാൽ അയനം മൂലം സൂര്യൻ ഉത്തരായനത്തിലാവുമ്പോൾ അഥവാ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നത് ഉത്തരാർദ്ധഗോളത്തിൽ ആയിരിക്കുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിലേക്ക് എല്ലാ ആഗോള മർദ്ദ മേഖലകളും സ്ഥാനമാറ്റം സംഭവിക്കും. എല്ലാ ആഗോള മർദ്ദ മേഖലകളും 5 ഡിഗ്രി മുതൽ 10 ഡിഗ്രി വരെ വടക്കോട്ട് നീങ്ങാറുണ്ട്. ഇതിന്റെ ഫലമായി നമ്മൾ ഇവിടെ കണ്ട മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയും ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയും വടക്കോട്ട് നീങ്ങുമ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിലെ വാണിജ്യവാദം ഭൂമധ്യരേഖ മുറിച്ചു കടക്കും. ഭൂമധ്യരേഖ മുറിച്ചു കടന്നു കഴിഞ്ഞാൽ ഫെറൽ നിയമം അനുസരിച്ച് കാറ്റിന്റെ സഞ്ചാര ദിശ വലത്തോട്ടാണ് തിരിയേണ്ടത്. ഈ കാറ്റ് ഇപ്പോൾ വലത്തോട്ട് തിരിഞ്ഞ് വീശുമ്പോൾ കാറ്റ് തെക്ക് പടിഞ്ഞാറ് ദിക്കിൽ നിന്ന് വീശി വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അതുകൊണ്ട് ഈ കാറ്റിന് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് എന്ന് നമ്മൾ പേര് പറയും. അറബി ഭാഷയിലെ മൗസിൻ എന്ന വാക്കിൽ നിന്നാണ് മൺസൂൺ എന്ന പദം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അയനമാറ്റത്തിന്റെ ഫലമായി ദക്ഷിണാർദ്ധഗോളത്തിലെ വാണിജ്യവാദം ഭൂമധ്യരേഖ മുറിച്ചു കടന്ന് ദിശാവ്യതിയാനം സംഭവിച്ച് വീശുന്നത് കൊണ്ടാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് രൂപപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കേരളത്തിൽ നമ്മൾ ഇടവപ്പാതി എന്ന് വിളിക്കുന്ന മഴ കൊണ്ടുവരുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റാണ്. സെപ്റ്റംബർ 23 സൂര്യൻ ഭൂമധ്യരേഖയിലായിരിക്കുമെന്നും അവിടെ നിന്ന് അങ്ങോട്ട് സൂര്യൻ
ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് പ്രവേശിക്കുകയാണെന്നും ഒന്നാമത് അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നത് ദക്ഷിണാർദ്ധഗോളത്തിലാണ്. അതുകൊണ്ട് തന്നെ ദക്ഷിണാർദ്ധഗോളത്തില് താപനില കൂടുകയും ഉത്തരാർദ്ധഗോളത്തിൽ താപനില കുറഞ്ഞിരിക്കുകയും ചെയ്യും. അതിന്റെ മറ്റൊരർത്ഥം ഉത്തരാർദ്ധഗോളത്തിൽ അന്തരീക്ഷ മർദ്ദം ഉയരുകയും ദക്ഷിണാർദ്ധഗോളത്തിൽ അന്തരീക്ഷ മർദ്ദം കുറയുകയും ചെയ്യുമെന്നാണ്. എന്നാൽ കരയും കടലും അസന്തുലിതമായി ചൂടുപിടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യ ഉൾപ്പെടുന്ന ഏഷ്യയുടെ ഭാഗത്ത് കരഭാഗത്ത് നിന്ന് ഉയർന്ന അന്തരീക്ഷ മർദ്ദത്തിന്റെ ഫലമായി തെക്കോട്ട് കാറ്റ് വീശി തുടങ്ങുന്നു. എന്നാൽ ഉത്തരാർദ്ധഗോളത്തിൽ ഫെറൽ നിയമം അനുസരിച്ച് കാറ്റുകൾ വലത്തോട്ട് ദിശാവ്യതിയാനം സംഭവിക്കാറുണ്ട്. ബംഗാൾ ഉൾക്കടലിന് മുകളിൽ വെച്ച് ഈ കാറ്റുകൾ വലത്തോട്ട് തിരിഞ്ഞ് വീശുന്നതുകൊണ്ട് ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ മുഖ്യമായും മഴ പെയ്യിക്കുന്ന കാലഘട്ടമാണ് വടക്ക് കിഴക്കൻ മൺസൂൺ കാലഘട്ടം. പ്രധാനമായും ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ഈ കാറ്റ് അനുഭവപ്പെടാറുള്ളത്. കേരളത്തിൽ നമ്മൾ ഈ കാറ്റ് കൊണ്ടുവരുന്ന മഴയെ തുലാവർഷം എന്നാണ് വിളിക്കുന്നത്. കാലികവാദത്തിൽ ഉൾപ്പെട്ട മറ്റു കാറ്റുകളാണ് കടൽക്കാറ്റും കരക്കാറ്റും താഴ്വരക്കാറ്റും പർവ്വതക്കാറ്റും. പകൽ സമയത്ത് അന്തരീക്ഷ മർദ്ദം ഉയർന്നിരിക്കുന്ന കടലിൽ നിന്ന് കരയിലേക്ക് കാറ്റ് വീശുന്നു. കടലിൽ നിന്ന് വീശി വരുന്നത് കൊണ്ട് ഈ കാറ്റ് കടൽക്കാറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. സൂര്യൻ അസ്തമിച്ച് രാത്രിയാകുമ്പോൾ മർദ്ദനിലയിൽ വ്യതിയാനം സംഭവിക്കുന്നു. കരഭാഗത്ത് മർദ്ദം ഉയരുകയും സമുദ്രഭാഗത്ത് മർദ്ദം താഴുകയും ചെയ്യുന്നതിന്റെ ഫലമായി കരയിൽ നിന്ന് കടലിലേക്ക് കാറ്റ് വീശുന്നു. ഈ കാറ്റ് കടൽക്കാറ്റ് എന്ന പേരിലും അറിയപ്പെടുന്നു. അതുപോലെ പകൽ സമയത്ത് പർവ്വതങ്ങളുടെ താഴ്വാരങ്ങളിൽ നിന്ന് പർവ്വത മുകളിലേക്ക് കാറ്റ് വീശാറുണ്ട്. ഈ കാറ്റുകളെ താഴ്വരക്കാറ്റ് എന്ന് വിളിക്കുന്നു. രാത്രി സമയങ്ങളിൽ പർവ്വതമുകളിൽ അന്തരീക്ഷമർദ്ദം ഉയരുകയും താഴ്വാരത്ത് താരതമ്യേന അന്തരീക്ഷമർദ്ദം താഴ്ന്നിരിക്കുകയും ചെയ്യുമ്പോൾ പർവ്വത മുകളിൽ നിന്ന് താഴ്വരയിലേക്ക് കാറ്റ് വീശാറുണ്ട്. രാത്രികാലത്തെ ഈ കാറ്റുകൾ നമ്മൾ പർവ്വതക്കാറ്റ് എന്നും വിളിക്കുന്നു. പ്രാദേശിക വാദങ്ങൾ എന്ന പാഠഭാഗമാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്യുന്നത് 6 പ്രാദേശിക വാദങ്ങളെയാണ്. ഇന്ത്യയിൽ നമുക്ക് അനുഭവപ്പെടുന്ന ലൂ, മാംഗോ ഷവർ, കാൽ ബൈശാഖി എന്നീ കാറ്റുകളും ചിനൂക്ക്, ഫൺ, ഹെർമാറ്റൻ എന്നീ കാറ്റുകളുമാണ് പ്രാദേശിക വാദങ്ങൾ എന്ന പാഠഭാഗത്ത് നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ഉത്തര മഹാസമതല പ്രദേശത്ത് രാജസ്ഥാൻ, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ ഉഷ്ണകാലത്ത് അനുഭവപ്പെടുന്ന പ്രാദേശിക വാദമാണ് ലൂ. വരണ്ട ഉഷ്ണക്കാറ്റാണ് ലൂ. ഈ കാറ്റ് വീശുന്ന സമയത്ത് ധാരാളം കഷ്ടനഷ്ടങ്ങൾ ഇടയാവാറുണ്ട്. അതുപോലെ തന്നെ കർണാടക, കേരള ഭാഗങ്ങളിൽ ഉഷ്ണകാലത്ത് അനുഭവപ്പെടുന്ന കാറ്റാണ് മാംഗോ ഷവർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മാമ്പഴങ്ങൾ വീഴാൻ ഈ കാറ്റുകൾ കാരണമാകുന്നതുകൊണ്ടാണ് ഇവയ്ക്ക് മാംഗോ ഷവർ എന്ന പേര് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ് ഭാഗങ്ങളിൽ ഉഷ്ണകാലത്ത് അനുഭവപ്പെടുന്ന അതീവ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കാറ്റാണ് കാൽ ബൈശാഖി. വൈശാഖ മാസത്തിൽ വീശുന്ന ഈ ദുരന്തമുണ്ടാക്കുന്ന കാറ്റിന് കാൽ ബൈശാഖി എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. അതുപോലെ വടക്കേ അമേരിക്കയിൽ റോക്കി പർവ്വതത്തിന്റെ കിഴക്കൻ ചരിവിലൂടെ വീശുന്ന കാറ്റിനെയാണ് ചിനൂക്ക് എന്ന പേരിൽ വിളിക്കുന്നത്. ചിനൂക്ക് എന്ന പേര് വരാൻ കാരണം ഈ കാറ്റ് കടന്നു പോകുന്ന മേഖലകളിൽ മഞ്ഞ് ഉരുകി കൃഷിക്കും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ അവസ്ഥ സൃഷ്ടിക്കാറുണ്ട്. അതുകൊണ്ട് ഈ കാറ്റിന് മഞ്ഞ് തീനി എന്നർത്ഥം വരുന്ന ചിനൂക്ക് എന്ന പേര് കൊടുത്തിരിക്കുന്നു. ശൈത്യത്തിന്റെ കാഠിന്യം കുറയ്ക്കാനും കനേഡിയൻ ഭാഗങ്ങളിൽ ഗോതമ്പ് കൃഷിയെ സഹായിക്കാനും ചിനൂക്ക് വളരെ ഉപകാരപ്രദമാണ്. അതുപോലെ തന്നെ ഫൺ, ആൽപ്സ് പർവ്വതത്തിന്റെ വടക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റാണ്. ഇത് ആ പ്രദേശത്ത് തണുപ്പിന് ശമനം നൽകാറുണ്ട്. സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന കാറ്റാണ് ഹെർമാറ്റൻ. ഈ കാറ്റ് എത്തിച്ചേരുന്ന ഭാഗത്ത് ഉയർന്ന ആർദ്രത മൂലമുണ്ടാകുന്ന അസ്വസ്ഥതകൾക്ക് പരിഹാരമാവാറുണ്ട്. അതുകൊണ്ട് ഈ കാറ്റിനെ പ്രദേശവാസികൾ ഡോക്ടർ ഹെർമാറ്റൻ എന്നും പേരിട്ട് വിളിക്കാറുണ്ട്. അസാധാരണമായി ഉണ്ടാകുന്ന മർദ്ദ വ്യതിയാനങ്ങളുടെ ഫലമായി സ്ഥിരമായിട്ടല്ലാതെ അനുഭവപ്പെടുന്ന കാറ്റുകളെയാണ്
അസ്ഥിരവാദങ്ങൾ എന്ന പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായും ചക്രവാതങ്ങൾ, പ്രതിചക്രവാതങ്ങൾ എന്നിങ്ങനെ 2 കാറ്റഗറിയാണ് ഈ വിഭാഗത്തിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇവയെ നമുക്ക് ഒരു ചിത്രത്തിന്റെ സഹായത്തോടു കൂടി വിശദീകരിക്കാം. അസ്ഥിരവാദങ്ങൾ ഈ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട അവസാന ഇനം കാറ്റുകളാണ് അസ്ഥിരവാദങ്ങൾ. അപ്രതീക്ഷിതമായി അല്ലെങ്കിൽ അസാധാരണമായ രീതിയിൽ അന്തരീക്ഷത്തിൽ ചിലയിടങ്ങളിൽ സംഭവിക്കുന്ന മർദ്ദ വ്യത്യാസങ്ങളുടെ ഫലമായി രൂപപ്പെടുന്ന സ്ഥിരമായി വീശാത്ത കാറ്റുകളെയാണ് അസ്ഥിരവാദങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അന്തരീക്ഷത്തിൽ ചില പ്രത്യേക ഭാഗങ്ങളിൽ അന്തരീക്ഷ പ്രതിഭാസങ്ങളുടെ ഫലമായി ചില മർദ്ദ വ്യതിയാനങ്ങൾ സംഭവിക്കാറുണ്ട്. അസാധാരണമായ മർദ്ദ വ്യതിയാനങ്ങൾ സംഭവിക്കാറുണ്ട്. ഇത്തരത്തിൽ സംഭവിക്കുന്ന കാറ്റുകളെ, അസ്ഥിരവാദങ്ങളെ നമ്മൾ പ്രധാനമായും 2 ഇനമാക്കി തിരിക്കും. ചക്രവാതങ്ങളെയും പ്രതിചക്രവാതങ്ങളെയും. 2 അർദ്ധഗോളങ്ങളിലും ഇത് സംഭവിക്കാം. ഉത്തരാർദ്ധഗോളത്തിലും സംഭവിക്കാം, ദക്ഷിണാർദ്ധഗോളത്തിലും സംഭവിക്കാം. ഈ കാറ്റുകളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത് മർദ്ദം കൂടിയിരിക്കുന്ന അഥവാ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് മർദ്ദം കുറഞ്ഞിരിക്കുന്ന ന്യൂനമർദ്ദ മേഖലയിലേക്കുള്ള വായുവിന്റെ പ്രവാഹത്തെയാണ് കാറ്റ് എന്ന് വിളിക്കുക. ഇവിടെ മറ്റു കാറ്റുകളിൽ നിന്ന് ഒരു ചെറിയ വ്യത്യാസമുള്ളത് മർദ്ദ വ്യതിയാനം സംഭവിക്കുന്ന മേഖല വൃത്താകൃതിയിലായിരിക്കും എന്നുള്ളത്. വൃത്താകൃതിയിൽ ഒരു സ്ഥലത്ത് ഒരു വൃത്താകൃതിയിൽ രൂപപ്പെടുന്ന മർദ്ദ വ്യതിയാനം ചിലപ്പോൾ മധ്യഭാഗത്ത് ന്യൂനമർദ്ദം, ചിത്രത്തിൽ L എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ന്യൂനമർദ്ദം, ലോ പ്രഷറാണ്. H എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉച്ചമർദ്ദം, ഹൈ പ്രഷർ ആണെന്ന് മനസ്സിലാക്കുക. 2 വൃത്തങ്ങൾ കാണാം. ഇവിടെ നീല വൃത്തങ്ങൾ ഹൈ പ്രഷറിനെ, ഉച്ചമർദ്ദത്തെയും, പച്ച വൃത്തങ്ങൾ ന്യൂനമർദ്ദത്തെ, ലോ പ്രഷറിനെയും സൂചിപ്പിക്കും. അതുപോലെ കാറ്റ് വീശുന്ന ദിശ ചുവന്ന ആരോ മാർക്കുകൾ കൊണ്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. അത് ചിലയിടങ്ങളിൽ ഘടികാര ദിശയിലാണ്, ഒരു ഘടികാരത്തിന്റെ സൂചി കറങ്ങുന്ന ദിശയിലാണ്. ചിലയിടങ്ങളിൽ എതിർ ഘടികാര ദിശയിലുമാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചുകൊണ്ട് ചിത്രത്തിലെ ഹെഡിങ്ങൾ വായിച്ചു നോക്കുക. ഉത്തരാർദ്ധഗോളത്തിലെ ചക്രവാതം. ഉത്തരാർദ്ധഗോളത്തിൽ ചക്രവാതത്തിന്റെ പ്രത്യേകത മർദ്ദവ്യത്യാസം സംഭവിക്കുന്ന വൃത്താകാരത്തിന്റെ മധ്യഭാഗത്ത് ന്യൂനമർദ്ദമായിരിക്കും. ന്യൂനമർദ്ദം അനുഭവപ്പെടുന്ന ഒരു അന്തരീക്ഷ മേഖലയ്ക്ക് ചുറ്റുഭാഗത്തും ഉച്ചമർദ്ദം ഉണ്ടായിരിക്കുമ്പോൾ ഉച്ചമർദ്ദമുള്ള ഭാഗങ്ങളിൽ നിന്ന് ന്യൂനമർദ്ദമുള്ള കേന്ദ്രഭാഗത്തെ കാറ്റുകൾ വീശുകയും ആ കാറ്റ് എതിർ ഘടികാര ദിശയിലായിരിക്കുകയും ചെയ്യും. ഇതാണ് ഉത്തരാർദ്ധഗോളത്തിലെ ചക്രവാതത്തിന്റെ പ്രത്യേകത. ഇതിന്റെ വിപരീതത്തെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ പ്രതിചക്രവാതം എന്ന് വിളിക്കുന്നത്. ഉത്തരാർദ്ധഗോളത്തിൽ പ്രതിചക്രവാതം സംഭവിക്കുന്നത് എപ്പോഴാണ്? മർദ്ദവ്യത്യാസം സംഭവിച്ച വൃത്താകാര ഭാഗത്തിന്റെ മധ്യഭാഗത്ത് ഉച്ചമർദ്ദം, ചുറ്റുപാടിലും ന്യൂനമർദ്ദവുമായിരിക്കും. ഉച്ചമർദ്ദമുള്ള കേന്ദ്രഭാഗത്ത് നിന്ന് ന്യൂനമർദ്ദമുള്ള ചുറ്റുപാടുകളിലേക്ക് കാറ്റ് വീശുകയും ആ കാറ്റ് പ്രവഹിക്കുന്ന ദിശ ഘടികാര ദിശയിലായിരിക്കുകയും ചെയ്യുമ്പോൾ അതിന് നമുക്ക് ഉത്തരാർദ്ധഗോളത്തിലെ പ്രതിചക്രവാതം എന്ന് വിളിക്കാം. എന്നാൽ ദക്ഷിണാർദ്ധഗോളത്തിൽ ചക്രവാതങ്ങൾ നേർമറിച്ച. ദക്ഷിണാർദ്ധഗോളത്തിൽ കേന്ദ്രഭാഗത്ത് ന്യൂനമർദ്ദം, ചുറ്റുപാടിൽ ഉച്ചമർദ്ദവും. എന്നാൽ കാറ്റിന്റെ സഞ്ചാര ദിശ ഘടികാര ദിശയിലാണ്. ദക്ഷിണാർദ്ധഗോളത്തിലെ പ്രതിചക്രവാതത്തിനും മധ്യഭാഗത്ത് ഉച്ചമർദ്ദവും ചുറ്റുപാടിലും ന്യൂനമർദ്ദവുമാണ്. എന്നാൽ കാറ്റിന്റെ സഞ്ചാര ദിശ എതിർ ഘടികാര ദിശയിലാണ്. ഈ ചിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട സാമാന്യമായ വസ്തുത എന്ന് പറയുന്നത് ചക്രവാതങ്ങൾ രൂപപ്പെടുന്നത് എപ്പോഴും
മധ്യഭാഗത്ത് ന്യൂനമർദ്ദവും ചുറ്റുപാടിലും ഉച്ചമർദ്ദവും ആയിരിക്കുമ്പോഴാണ്. ചുറ്റുപാടുമുള്ള ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് മധ്യഭാഗത്തേക്കുള്ള ന്യൂനമർദ്ദ മേഖലയിലേക്ക് കാറ്റുകൾ തിരിഞ്ഞ് കറങ്ങി വീശുമ്പോഴാണ് അതിനെ നമ്മൾ ചക്രവാതം എന്ന് വിളിക്കും. എന്നാൽ മധ്യഭാഗത്ത് ന്യൂനമർദ്ദവും മധ്യഭാഗത്ത് ഉച്ചമർദ്ദവും ചുറ്റുപാടിലും ന്യൂനമർദ്ദവും ആയിരിക്കുമ്പോൾ രൂപപ്പെടുന്ന ചുഴലിക്കാറ്റുകളെയാണ് പ്രതിചക്രവാതം എന്ന് വിളിക്കുക. സഞ്ചാരദിശയിലെ വ്യത്യാസം എന്ന് പറയുന്നത് ചക്രവാതങ്ങൾ ഉത്തരാർദ്ധഗോളത്തിൽ എതിർ ഘടികാര ദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിൽ ഘടികാര ദിശയിലുമാണ്. പ്രതിചക്രവാതങ്ങളുടെ സഞ്ചാരദിശ ഉത്തരാർദ്ധഗോളത്തിൽ ഘടികാര ദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിൽ എതിർ ഘടികാര ദിശയിലുമാണ്. ചുഴലിക്കൊടുങ്കാറ്റ് ആയി മാറാറുള്ളത് ചക്രവാതങ്ങൾ പ്രതിചക്രവാതങ്ങൾ ആണ് എന്നുകൂടി